ഇത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സത്തെ ഭാഗങ്ങളാണെന്ന് എടുക്കുന്നത്. ആദ്യത്തെ അതിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. എന്താണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് എങ്ങനെയാണ്? എപ്സിലോൺ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ ഓർമ്മ വരിക? നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും. മുമ്പൊക്കെ ചിലപ്പോൾ നമ്മൾ ആ പേരിലാവുക കേട്ടിട്ടുണ്ടാവുക. എന്തായിരുന്നു അത്? ആ അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നും കൂടി എന്തിനെ പറയും? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ നമ്മൾ പറയും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ എന്ന് പറയും? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആൾസോ നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഏതാന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷറാണ്. എന്തിന്റെ? ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യാണ്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് പോളറൈസ് ആവും. അപ്പൊ എത്രത്തോളം അവിടെ പോളറൈസബിലിറ്റി ഉണ്ടായി, എത്രത്തോളം ആ മെറ്റീരിയൽ പോളറൈസ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു മെഷർ ആണ് എന്ത്? ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്. അതായത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഈസ് വിത്ത് വിച്ച് എ മെറ്റീരിയൽ ഈസ് പോളറൈസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യും? പോളറൈസ്ഡ് ആവും. അപ്പൊ ആ പോളറൈസ് എത്രത്തോളം ആവുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷർ ആണ് എന്ത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ ആണ് എന്താ? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അതായത് എന്താണ്? ഒരു റേഷ്യോ ആണ്. എന്താണ്? റേഷ്യോ ആണ്. ഇത് എന്തിന്റെ? ഒരു സബ്സ്റ്റൻസിന്റെ പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ അഥവാ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, എന്താണ്? സബ്സ്റ്റൻസിന്റെ പെർമിറ്റിവിറ്റി തന്നു, ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി നമുക്ക് തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കാണുക? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതാണ് അതിന്റെ ഇക്വേഷൻസ്. ഇനി അടുത്തത് എന്താ? അപ്പൊ എത്രത്തോളം പോളറൈസ് ആയി എന്നുള്ളതാണ് ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഈ പോളറൈസേഷൻ എന്താ? അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളേജ് ആണ്. എന്നാൽ ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ വാട്ട് ഈസ് പോളറൈസേഷൻ? പോളറൈസേഷൻ എന്താന്നുള്ളതാണ്. എന്താ? പോളറൈസേഷൻ ഒരു ഫിനോമിനൻ ആണ്. എന്താണ്? ഒരു ഫിനോമിനൻ, ഒരു പ്രക്രിയയാണ്. എന്താണ് അവിടെ? പോസിറ്റീവും നെഗറ്റീവും ചാർജസ് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. എന്താണ്? ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ അത് എന്ത് ചെയ്യും? ഇങ്ങനെ അടുക്കി അടുക്കി അലൈൻ ചെയ്യും. എപ്പോ? നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കണ സമയത്ത്. അപ്പൊ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളറൈസേഷൻ ഈസ് എ ഫിനോമിനൻ in which the positive and negative charges align when we apply an external electric field. അപ്പൊ പോളറൈസേഷൻ എന്താണ്? നമ്മൾ ഒരു മെറ്റീരിയലിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അതിലുള്ള പോസിറ്റീവും നെഗറ്റീവും ചാർജസ് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളറൈസേഷൻ എന്ന് പറയാം. അപ്പൊ പോളറൈസേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്തായിരുന്നു? പോളറൈസേഷൻ എത്രത്തോളം നടക്കണു, അതായത് ഈ ചാർജസ് എത്രത്തോളം അലൈൻ ചെയ്യണു, എപ്പോ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കണു എന്നുള്ളതിന്റെ മെഷർ ആണ് എന്ത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. പോളറൈസേഷന് വേറൊരു ഡെഫിനിഷൻ കൂടി ഉണ്ടെന്നാണ്. ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഡൈപോൾ മൊമെന്റ്, അതിനെ എന്ത് പറയും? പോളറൈസേഷൻ എന്ന് പറയും. ഈ ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോൾ, ഇത് രണ്ട് പോളാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ? രണ്ട് പോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഈ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ചാർജസ്. ഇപ്പൊ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്താണ്? അത് രണ്ട് ചാർജസ് ആണ്. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ് ആണ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. അവ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സർട്ടേൺ ഡിസ്റ്റൻസ് ആറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡിസ്റ്റൻസ് ആറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ഡൈപോളിന്റെ അറേഞ്ച്മെന്റ്. എന്താണ് ഡൈപോളിന്റെ അറേഞ്ച്മെന്റ്? ഒരു പോസിറ്റീവ് ചാർജും, ആ പോസിറ്റീവ് ചാർജിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തു? പ്ലസ് ക്യൂ ഡിനോട്ട് ചെയ്തു.
ഇനി എന്തുണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതാണ് എന്ത്, -q. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ഓപ്പോസിറ്റ് ചാർജസിനെ ഒരു സർട്ടേൺ ഡിസ്റ്റൻസ് ആറില് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഡൈപോൾ എന്ന് പറയാ. അപ്പൊ ഈ ഡൈപോളിന് നമ്മള് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഈ ഡൈപോൾ മൊമെന്റിനെ നമ്മൾ സ്മോൾ പി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പിയുടെ ഇക്വേഷൻ ആണ് ഇത്. ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്, പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതാണ് എന്ത്, ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് എന്താണ്, പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ ആണ്. പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ. അതുവരെ മനസ്സിലായല്ലോ. ഇനി അടുത്ത എന്താ, ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈപോൾ മൊമെന്റ് അപ്ലൈഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ത്, നമ്മുടെ ഡൈപോൾ മൊമെന്റ്. അതായത് ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യും, അപ്പൊ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടും. അതാണ് ഡൈപോൾ മൊമെന്റ്. പോളറൈസേഷനെ നമ്മൾ ക്യാപിറ്റൽ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. പോളറൈസേഷൻ ക്യാപിറ്റൽ പി, ഡൈപോൾ മൊമെന്റ് സ്മോൾ പി. അപ്പൊ സ്മോൾ പി അതായത് ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇ. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളറൈസബിലിറ്റി ആണ്. ആൽഫ എന്താണ്, പോളറൈസബിലിറ്റി. ഇ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു എന്താണ്, ആൽഫ ഇൻറ്റു ഇ. മനസ്സിലാവുണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യണ, ആൽഫ ഇൻറ്റു ഇ ആണ് എന്ത്, അപ്ലൈഡ് ഡൈപോൾ മൊമെന്റ്. ഇനി അടുത്തതിലേക്ക് പോവുക. ഇനി നമ്മുടെ ടോപ്പിക്കിൽ വരുന്നത് ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. പക്ഷെ ഈ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാലാണ് എന്ത് പറയാൻ പറ്റുള്ളൂ, ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ രണ്ട് തരത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ ഒന്ന് എന്താണ്, ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉള്ളത്. അപ്പൊ ഈ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയാണ്, മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് പറയുന്നത്. അതില് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് അതാണ് പറയുന്നത്. ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് ഫോർ എ വോളിയം ഓഫ് എ ക്രിസ്റ്റൽ സെൽ. ഇത് ക്രിസ്റ്റൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, കുറെ യൂണിറ്റ് സെല്ല് കൂടിയതാണ് ഒരു ക്രിസ്റ്റൽ സെല്ല്. അപ്പൊ അതിന്റെ എല്ലാ വോളിയത്തിലുള്ള എല്ലാ ഇലക്ട്രിക് ഫീൽഡിന്റെ ആവറേജ് ആണ് എന്ത്, മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത്. എന്താണ്, ഒരു ആവറേജ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. അതിനെ നമ്മള് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. ഇവിടെ ഒരു മാക്ക് എന്നുണ്ട്. ഇത് ഇ മാക്ക് ആണ്. ഇ മാക്ക് ഈക്വൽ ടു എന്താണ്, E0 പ്ലസ് E1. എന്താണ്, ഇ മാക്ക് ഈക്വൽ ടു E0 പ്ലസ് E1 ആണ്. ഇ മാക്ക് ഈക്വൽ ടു എന്താണ്, E0 പ്ലസ് E1. ഇത് ഈ മാക്രോസ്കോപ്പിക് ഈക്വൽ ടു E0 പ്ലസ് E1 ആണ്. E0 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ അതെന്ത് ചെയ്യാം, നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്യണു എന്നുള്ളതിനനുസരിച്ച് എന്ത് ചെയ്യും, വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് E0 എന്താണ്, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. E1 എന്ന് പറയുന്നത് ഒന്നോ ഡ്യൂ ടു ചാർജ് ആവും, ഒന്നോ ചാർജ് കാരണം ഉള്ളതാവാം, അല്ലെങ്കിൽ എന്താവാം, പോളറൈസേഷൻ കാരണം ഉള്ളതാവാം. അപ്പൊ E1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നോ ചാർജ് കാരണം അല്ലെങ്കിൽ പോളറൈസേഷൻ കാരണം. അപ്പൊ ഈ മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി സം ചെയ്ത ക്വാണ്ടിറ്റി ആണ് ഈ മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഡ്യൂ ടു ചാർജ് ആണെങ്കിൽ, അതായത് E0 പ്ലസ് E1 ആണ് എന്ന് പറഞ്ഞു. E0 പ്ലസ് E1 ആവുമ്പോൾ E0 എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ്, E1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒന്നോ ഡ്യൂ ടു ചാർജ് അല്ലെങ്കിൽ ഡ്യൂ ടു പോളറൈസേഷൻ. ഇപ്പൊ ഡ്യൂ ടു ചാർജ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ ഇങ്ങനെയാണ്. അതായത് അഥവാ ഒന്നിലധികം ചാർജസ് അവിടെ ഉണ്ടെങ്കിൽ, എന്താണ്, ഒന്നിലധികം ചാർജസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ദെൻ E1 എന്ന് പറയുന്നത് എന്താവും? സം ഓഫ് ഓൾ ഫീൽഡ് ഓഫ് ഓൾ ചാർജ് ഇൻ ക്രിസ്റ്റൽ. അതായത് എല്ലാ ചാർജിന്റെയും എല്ലാ ഫീൽഡിന്റെയും സം ആവും എന്ത്? അവിടെയുള്ള E1 എന്ന് പറയുന്നത്. E1 എന്ന് പറയുന്നത് എന്താവും? എല്ലാ ചാർജിന്റെയും എല്ലാ ഫീൽഡിന്റെയും സം ആവും. ഓക്കെ, അതാണ് ഡ്യൂ ടു ചാർജ് ആണെങ്കിൽ. ഇനി ഡ്യൂ ടു പോളറൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കൺസിഡറേഷൻ എടുക്കണം. എന്താണ്? ഒരു സ്ലാബ് കൺസിഡർ ചെയ്യണം. ഒരു സ്ലാബിന്റെ ചിത്രം കാണിച്ചു തരാം. ഇതാ, ഒരു സ്ലാബ് കൺസിഡർ ചെയ്തു. ഒരു സ്ലാബാണിത്, കണ്ടോ? ഒരു സ്ലാബ്. ഈ സ്ലാബിന്റെ നമ്മൾ എടുക്കുന്ന ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ എടുക്കണം. അതായത് ഇതെന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് എന്ത്? സിഗ്മ. സിഗ്മ എന്ന് പറയാം, സർഫസ് ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ എപ്പോഴും സിഗ്മ എന്നാണല്ലോ എടുക്കാറ്. അപ്പൊ സിഗ്മ എന്ന് പറയുന്നത് എൻ ക്യാപ്പ് ഡോട്ട് പി ആവും. ഈ പി സ്മോൾ പി ആണ്. എൻ ക്യാപ്പ് ഡോട്ട് പി ആണ് എന്ത്? നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി. അതായത് എന്താണ്? യൂണിറ്റ് നോർമൽ വെക്ടറിന്റെയും അതേപോലെ ഡൈപോൾ മൊമെന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എന്ത്? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരലൽ പ്ലേറ്റ് കൺസിഡർ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യണത് എന്തിനാണ്? E1 എത്രയാന്ന് കണ്ടുപിടിക്കണം. E0 നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിലാണ്. പക്ഷെ E1 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനാണ് നമ്മളിത് ഒരു സ്ലാബ് ഒക്കെ കൺസിഡർ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പോ എന്താണ്? ഒരു പാരലൽ പ്ലേറ്റ് നമ്മൾ എടുക്കണം. ഈ പാരലൽ പ്ലേറ്റില് അപ്വേർഡ് പ്ലേറ്റും അതേപോലെ ഡൗൺവേർഡ് പ്ലേറ്റും. അപ്പൊ ഈ അപ്വേർഡ് ആണെങ്കിൽ ഡയറക്ഷൻ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോളറൈസേഷന് ഈക്വൽ ആവും. എന്താണ്? പോളറൈസേഷന് ഈക്വൽ ആവും. അപ്പൊ അപ്വേർഡ് ആണെങ്കിൽ സിഗ്മ എന്തിന് ഈക്വൽ ആവും? ഈക്വൽ ടു പി ആവും. ഇനി ഡൗൺവേർഡ് ആണെങ്കിൽ ഡയറക്ഷൻ മാറി. അപ്പൊ എന്താവും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുകൊണ്ട് എന്ത് വന്നു? മൈനസ് പി എന്ന് വന്നു. എന്ത് വന്നു? മൈനസ് പി എന്ന് വന്നു. അപ്പൊ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1ന്റെ ഇക്വേഷൻ മൈനസ് മോഡുലസ് ഓഫ് സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 എന്നുള്ളതാണ് നമ്മുടെ E1ന്റെ ഇക്വേഷൻ. അപ്പൊ ഈ സിഗ്മയ്ക്ക് എന്തൊക്കെ ആവാം? ഒന്നോ പി ആവാം, അല്ലെങ്കിൽ എന്താവാം? മോഡുലസ് മൈനസ് പി ആവാം. എന്താണെങ്കിലും മോഡുലസിന്റെ ഉള്ളിലായോണ്ട് എന്താവും? ആ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആവും അല്ലേ? എന്താവും? പോസിറ്റീവ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? പുറത്ത് ഒരു മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് പി ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 എന്ന് കിട്ടി. എന്ത് കിട്ടി? മൈനസ് പി ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. അപ്പൊ E1ന്റെ ഇക്വേഷൻ E1 ഈക്വൽ ടു എന്ത് കിട്ടി? നമുക്കിപ്പോ ഡിറൈവ് ചെയ്ത് വന്നിട്ട് മൈനസ് പി ബൈ എപ്സിലൺ 0. പി ബൈ എപ്സിലൺ 0 എന്ന് കിട്ടി. അപ്പൊ E1ന്റെ ഇക്വേഷൻ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാക്ക് എന്താ വരിക? E0 പ്ലസ് E1. അപ്പൊ E0 മൈനസ് പി ബൈ എപ്സിലൺ 0. എപ്സിലൺ 0. E0 മൈനസ് പി ബൈ എപ്സിലൺ 0 എന്ന് വരും. Emac equal to E0 മൈനസ് പി ബൈ എപ്സിലൺ 0. അപ്പൊ ഇത് ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇനി അടുത്ത ഇതില് ഈ Emac എന്ന് പറയുന്ന അതില് വരുന്ന ഒരു റിലേഷൻ ആണ് ക്ലോഷ്യർ റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ക്ലോഷ്യർ റിലേഷൻ. ഇതും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലൺ 0 ഇ പ്ലസ് പോളറൈസേഷൻ പി ആണ്. എന്താണ്? ഡി ഈക്വൽ ടു എപ്സിലൺ 0 ഇ പ്ലസ് പി എന്നുള്ളതാണ്. അതേപോലെ ഡിക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എപ്സിലൺ ആർ ഇൻറ്റു ഇ എന്നുള്ള അങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിന് ഇക്വേഷൻ 1 കൊടുക്കുക, ഇത് ഇക്വേഷൻ എ. അങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനില് ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് എ. അപ്പൊ നമുക്ക് ഇതേപോലെ പോളറൈസേഷനുള്ള ഒരു ഇക്വേഷൻ ആണ് പി ഈക്വൽ ടു എപ്സിലൺ 0 കൈ ഇൻറ്റു ഇ. കൈ എന്താണ്? സസെപ്റ്റബിലിറ്റി, ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി ആണ് കൈ എന്ന് പറയുന്നത്. അപ്പൊ പി ഈക്വൽ ടു എപ്സിലൺ 0 കൈ ഇ. അപ്പൊ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നിൽ ഇട്ട് കൊടുത്തൂടെ? ഒന്നാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. കാരണം പി എന്നുള്ളത് അതിലൊരു ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പൊ ഡി ഈക്വൽ ടു എന്ത് കിട്ടും? എപ്സിലൺ 0 ഇ
പ്ലസ് എപ്സിലൺ 0 കൈ ഇൻറ്റു ഇ എന്ന് കിട്ടി. അപ്പൊ ഇവിടെ കോമൺ ആയ ഏതൊക്കെ ഉണ്ട്? ഏതൊക്കെയാ കോമൺ? എപ്സിലൺ 0 e. ഇയും എന്താണ് കോമൺ ആയ രണ്ട് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഇതാ ഈ ബി എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. എന്ത് കിട്ടി? ഡി ഈക്വൽ ടു എപ്സിലൺ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇൻറ്റു ഇ എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്തൂടെ? എയും ബിയും കൂടി കമ്പയർ ചെയ്യാം അല്ലെ? രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് എന്താണ്? ലെഫ്റ്റ് സൈഡ് അല്ല, എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യാ? കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യണ സമയത്ത് നമുക്ക് എന്താ കിട്ടുക? കമ്പയർ ചെയ്യുമ്പോ എന്താ കിട്ടുക? അതായത് എപ്സിലൺ 0 1 പ്ലസ് കൈ ഇൻറ്റു ഇയു ആണ്. മറ്റേത് എന്തായിരുന്നു? എപ്സിലൺ 0 എപ്സിലൺ ആർ ഇൻറ്റു ഇ എന്നായിരുന്നു. അപ്പൊ ഇവിടെ എപ്സിലൺ 0 എപ്സിലൺ ഇ രണ്ടും അർത്ഥമുണ്ട്. അപ്പൊ രണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എപ്സിലൺ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ എന്ന് കിട്ടും അല്ലെ? എന്ത് കിട്ടി? എപ്സിലൺ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ എന്ന് കിട്ടി. അപ്പൊ ഈ കൈ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലൺ ആർ മൈനസ് 1 എഴുതിക്കൂടെ? അതായത് 1 അപ്പുറത്തേക്ക് പോയി. അപ്പൊ എന്ത് കിട്ടി? കൈ ഈക്വൽ ടു എപ്സിലൺ ആർ മൈനസ് 1 കിട്ടി. അതേപോലെ നമ്മുടെ പോളറൈസേഷൻ പി ഈക്വൽ ടു എന്താന്ന് പറഞ്ഞു നേരത്തെ? എപ്സിലൺ 0 കൈ ഇൻറ്റു ഇ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് നമുക്ക് കൈ ഈക്വൽ ടു എന്ത് എഴുതാം? പി ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 ഇ എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലൗസിയർ റിലേഷൻ എന്ന് പറയുക. അപ്പൊ കൈ ഈക്വൽ ടു എപ്സിലൺ ആർ മൈനസ് 1 ഈക്വൽ ടു പി ഡിവൈഡ് ബൈ എപ്സിലൺ 0 ഇ. ഇതാണ് നമ്മുടെ എന്ത്? ക്ലൗസിയർ റിലേഷൻ. അപ്പൊ ക്ലൗസിയർ റിലേഷൻ എങ്ങനെയാ വന്നത്? നമ്മൾ എന്തെന്നാ തുടങ്ങിയേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് തുടങ്ങി അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് തുടങ്ങിയിട്ട് എപ്സിലൺ 0 പി ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് എടുത്തു. വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഡി ഈക്വൽ ടു എപ്സിലൺ 0 എപ്സിലൺ ആർ ഇൻറ്റു ഇ എന്നുണ്ട്. പിന്നെ പി ഈക്വൽ ടു എന്താണ്? എപ്സിലൺ 0 കൈ ഇൻറ്റു ഇ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡിയിൽ ഇട്ട് കൊടുത്തു. ഈ ഡിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി ഈക്വൽ ടു എപ്സിലൺ 0 ഇ പ്ലസ് എപ്സിലൺ 0 കൈ ഇൻറ്റു ഇ. അപ്പൊ ഡി ഈക്വൽ ടു എന്താ കിട്ടി? എപ്സിലൺ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇൻറ്റു ഇ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്തു. എനെയും ബിനെയും കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? എപ്സിലൺ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ എന്ന് കിട്ടി. ഈ കൈ ഈക്വൽ ടു എന്താണ്? എപ്സിലൺ ആർ മൈനസ് 1 ആണ്. അതേപോലെ പിയുടെ ആ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? കൈ ഈക്വൽ ടു പി ഡിവൈഡ് ബൈ എപ്സിലൺ 0 ഇ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? ക്ലൗസിയർ റിലേഷൻ. ഇതാണ് ക്ലൗസിയർ. ഈ ക്ലൗസിയർ റിലേഷൻ എന്ന് പറയുന്നത് ഗ്യാസിന് മാത്രമാണ് എന്ത്? വാലിഡ് ആയിട്ടുള്ളൂ. എന്താണ്? ഗ്യാസിന് മാത്രം വാലിഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ക്ലൗസിയർ റിലേഷൻ. ഈ റിലേഷൻ എന്താണ്? ഗ്യാസിന് മാത്രമാണ് വാലിഡ് ഉള്ളൂ. സോളിഡിനും ലിക്വിഡിനും എന്താണ്? വാലിഡ് അല്ല. അപ്പൊ ക്ലൗസിയർ റിലേഷൻ ഏതിനൊക്കെയാ വാലിഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്യാസ് മാത്രാണ്. സോളിഡ് ലിക്വിഡിനും വാലിഡ് ആണോ? അല്ല. അപ്പൊ സോളിഡിനും ലിക്വിഡിനും എന്താണ്? വാലിഡ് അല്ല. അപ്പൊ അത് ഓർത്ത് വെക്കണം. പിന്നുള്ളത് ഇനി നമ്മുടെ ടോപ്പിക്കാണ് എന്ത്? ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് പറയാൻ മാക്രോസ്കോപ്പിക് പറയണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഇതാ നോക്കി നോക്കൂ. ഈ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൈൻ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. മറ്റേത് എന്തായിരുന്നു? ഒരു ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇത് മൊത്തമായിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർട്ടൈൻ പോയിന്റിൽ മാത്രം എന്ത് ചെയ്യും? ആക്ട് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ലോക്കലിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ഇത്. അതായത് നേരത്തെ ഈ മാക്ക് എന്തായിരുന്നു? ഈ മാക്ക് എന്തായിരുന്നു? E0 plus E1. E0 minus P by epsilon 0. അതായത് E0 പ്ലസ് E1 നമുക്ക് മൈനസ് പി ബൈ എപ്സിലൺ 0 എന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എപ്സിലൺ 0 മൈനസ് പി ബൈ E0 മൈനസ് പി ബൈ എപ്സിലൺ 0 എന്ന് കിട്ടി. അപ്പൊ ഇതില് ഈ ലോക്കലിന്റെ ഇക്വേഷൻ എന്താണ്? E0 പ്ലസ് E1 പ്ലസ് E2 പ്ലസ് E3 ആണ്. അപ്പൊ എക്സ്ട്രാ എന്തുണ്ട്? രണ്ട് ക്വാണ്ടിറ്റി കൂടി ഉണ്ട്. അപ്പൊ ഈ E0 പ്ലസ് E1 എന്താ? ഈ മാക്ക് തന്നെ അല്ലേ?
അപ്പൊ ഈ ലോക്കലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ലോക്കൽ ഈക്വൽ ടു ഇ മാക് പ്ലസ് E2 പ്ലസ് E3 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ഈ ലോക്കൽ ഈക്വൽ ടു ഇ മാക് പ്ലസ് E2 പ്ലസ് E3 എന്ന് എഴുതാം. അങ്ങനെ എഴുതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലപ്പോ ഏതൊക്കെയാണ് അറിയാത്ത ക്വാണ്ടിറ്റി? E2 അറിയില്ല, അതേപോലെ E3 അറിയില്ല. അത് രണ്ടും നമ്മൾ നോക്കി നോക്കാം എങ്ങനെയാന്ന്. ഇതാണ് അതിന്റെ ഫിഗർ. ഈ ഫിഗറിൽ നോക്കി നോക്കൂ. E0 എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പോലെ തന്നെ എന്താണ്? അപ്ലൈഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E0. അതായത് നമ്മളൊരു മെറ്റീരിയലിൽ അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് E0. അപ്പൊ E0 നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സ്ലാബ് കൺസിഡർ ചെയ്ത് നമുക്ക് കിട്ടണ ഇത് ഡ്യൂ ടു ചാർജ് അല്ലെങ്കിൽ ഡ്യൂ ടു പോളറൈസേഷൻ വരുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് E1. ഇനി ഈ E2 E3 എന്ന് പറഞ്ഞാൽ ഇതൊരു ക്യാവിറ്റിയാണ്. ഈ ക്യാവിറ്റിയുടെ ഉള്ളിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എന്താവും? 0. ഫീൽഡ് ഉണ്ടാവോ? ഇല്ല. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആവും. അപ്പൊ E3 നമുക്ക് കിട്ടി. E3 എന്താ കിട്ടിയേ? 0 എന്ന് കിട്ടി. ഇനി കാണേണ്ട ഏതാണ്? ഈ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാവിറ്റിയുടെ പുറത്ത് ആ സർഫസിലായി ആക്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത്? E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനൊരു പേരുണ്ട്. എന്താ പേരുണ്ടാവുക? ലോറൻസ് ക്യാവിറ്റി ഫീൽഡ്. ലോറൻസ് ക്യാവിറ്റി ഫീൽഡ് ആണ് നമ്മുടെ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. E2 എന്താണ്? ലോറൻസ് ക്യാവിറ്റി ഫീൽഡ്. അപ്പൊ അത് നോക്കി നോക്കൂ. E0 എന്ന് പറഞ്ഞ അപ്ലൈഡ് ഫീൽഡ് ആണ്. E1 എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു പോളറൈസേഷൻ ഓർ ഡ്യൂ ടു ചാർജ് ആവാം കേട്ടോ. E2 എന്ന് പറഞ്ഞാൽ എന്താ? ലോറൻസ് ക്യാവിറ്റി ഫീൽഡ്. E3 എന്താണ്? ഇൻസൈഡ് ക്യാവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കാണേണ്ട ഒരു ഒറ്റ ക്വാണ്ടിറ്റി ഏത് മാത്ര? E1 നമുക്ക് നേരത്തെ കിട്ടി. E0 എന്ന് പറയുന്നത് വേരി ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യും. അപ്പൊ ഇനി കാണേണ്ട ഏതാ? E2 മാത്രം. അപ്പൊ E2 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ക്യാവിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഏതാ കൺസിഡർ ചെയ്ത്? E1 കാണാൻ ഒരു സ്ലാബ് ആണ് കൺസിഡർ ചെയ്ത് അല്ലെ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യാവിറ്റി കൺസിഡർ ചെയ്യണം. ഈ ക്യാവിറ്റി കൺസിഡർ ചെയ്യുമ്പോ ഈ ക്യാവിറ്റിയില് ഇതാണ് ഒരു ക്യാവിറ്റി. ഈ ക്യാവിറ്റിയിൽ എന്തുണ്ട്? മുകളിലൊക്കെ മൈനസ് ചാർജസ് ആണ്. മുകളിലൊക്കെ മൈനസ് ചാർജസും താഴെ ഈ ഭാഗത്ത് മൊത്തം എന്താണ്? പ്ലസ് ചാർജസും. ഇത് ഏകദേശം 0 തൊട്ട് പൈ വരെ മൈനസ് ചാർജസും നേരെ തിരിച്ച് ഉള്ള ഭാഗത്ത് എന്താണ്? ഒക്കെ പ്ലസ് ചാർജസും. അങ്ങനെയാണ് ഈ ക്യാവിറ്റി ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെന്ററിന് ഈ ക്യാവിറ്റിയുടെ ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. അവിടെ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ റേഡിയസ് A. റേഡിയസ് എന്തെടുത്തു? A ആയി എടുത്തു. അങ്ങനെ ഇതിന്റെ ഈ ചെറിയൊരു റീജിയൻ കണ്ടോ? ഈ റീജിയൻ എന്താ വരിക? AD തീറ്റ എന്ന് വരും. ഇത് നമ്മള് പോളറൈസേഷൻ ഈ ഡയറക്ഷനിലാണ് എടുത്തത്. ഇതെന്താണ്? പോളറൈസേഷൻ ആണ്. ഡൈപോൾ മൊമെന്റ് എല്ലാം എന്താണ്? പോളറൈസേഷൻ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പോയിന്റും ഈ പോളറൈസേഷനും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഈ ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്ത് വരും? AD തീറ്റ എന്ന് വരും. ചെറിയൊരു ഭാഗം AD തീറ്റ. ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? A സൈൻ തീറ്റ. ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് A സൈൻ തീറ്റ. അപ്പൊ ഈ ഫിഗർ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാ ഇതേപോലെ സിഗ്മ ഈക്വൽ ടു ക്യാപിറ്റൽ P ഡോട്ട് N. ക്യാപിറ്റൽ P ഡോട്ട് N. ഇവിടെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പോളറൈസേഷന്റെ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണത്. അപ്പൊ ഇവിടെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P കോസ് തീറ്റ ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? P കോസ് തീറ്റ ആണ്. അപ്പൊ പിന്നെ എന്തുണ്ട്? ഡോട്ട് N. അതായത് ഈ ഭാഗത്തുള്ളൊരു അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോസ് തീറ്റ എന്നുള്ളതാണ്. അപ്പൊ എന്ത് വന്നു? P ഡോട്ട് N വന്നു. P കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? P കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. P കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ സിഗ്മ ഈക്വൽ ടു എന്ത് കിട്ടി? P കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. സിഗ്മ ഈക്വൽ ടു P കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. അങ്ങനെയാണ് ഈ DQ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എല്ലാ ഫുൾ ചാർജസ് കാണണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? DQ
ഈ ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോവോ? അതായത് പി ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ പി എൻ കോസ് തീറ്റ അല്ലേ? ഇതാ എന്ന് പറയണത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഓക്കെ. അപ്പൊ പി കോസ് സ്ക്വയർ തീറ്റ വന്നു. അപ്പൊ ഈ ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വോളിയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്യാവിറ്റി അല്ലേ, അപ്പൊ നമുക്ക് എന്ത് വേണം? മൊത്തമായിട്ടുള്ള വോളിയം വേണം, ഏരിയ മാത്രം പോരാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സോളിഡ് ആംഗിൾ എടുക്കണം. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊജക്ഷൻ പോലുള്ള ഒരു ആംഗിൾ ആണ് അല്ലേ, ഒരു 3D ആംഗുലർ ഇതാണ് സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ സിഗ്മ ഇൻറ്റു ഡി ഒമേഗ ആണ് നമ്മുടെ എന്ത്? ഡി ക്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഡി ക്യൂ ഇക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി ഒമേഗ. അപ്പൊ സിഗ്മ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത് എന്തായിരുന്നു? പി കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ പി കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി ഒമേഗ ആണ് എന്ത്? നമ്മുടെ ഡി ക്യൂ. ഓക്കെ, ഇനി അടുത്തത് ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? അക്കോർഡിംഗ് ടു ഗോസ്, ഇത് ഗോസിന്റെ ആ ഒരു തിയറം പ്രകാരം നമുക്ക് എന്തറിയാം? ഇന്റഗ്രൽ E2 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ E2 ds ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇന്റഗ്രൽ E2 ds ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പൊ ഈ ഇന്റഗ്രൽ ds എന്താവും? 4πa² ആയി മാറും. ഇന്റഗ്രൽ ds എന്താണ്? 4πa². അപ്പൊ E2 ഇൻറ്റു 4πa² ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ, ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്, പി കോസ് സ്ക്വയർ തീറ്റ ഡി ഒമേഗ ഡിവൈഡ് ബൈ എപ്സിലോൺ 0. ഡി ക്യൂ നമുക്ക് കിട്ടിയല്ലോ, ഡി ക്യൂ ഇവിടെ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ പി കോസ് സ്ക്വയർ തീറ്റ ഡി ഒമേഗ ഡിവൈഡ് ബൈ എപ്സിലോൺ 0. അത് അടുത്ത സ്റ്റെപ്പിൽ എന്തായി മാറി? നമ്മൾ ഈ ഡി ഒമേഗയുടെ വാല്യൂ എങ്ങനെയാ? അത് വലിയൊരു ഡെറിവേഷൻ ആണ്, നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് തൽക്കാലം എങ്ങനെ എടുക്കുക? എന്താണത്? 2πa² എന്ന് പറഞ്ഞാൽ എന്താ? 2π ഇൻറ്റു എ സൈൻ തീറ്റ എന്നുള്ളതാണ് വരിക. എന്താണ്? 2πa ഇൻറ്റു എ സൈൻ തീറ്റ. ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്? എ സൈൻ തീറ്റ. അതേപോലെ 2πa എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെരിമീറ്റർ കൊടുത്തിട്ടല്ലേ 2πa. 2πa² സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ളതായി നമ്മുടെ എന്ത്? ഇ ക്യൂ എന്നുള്ളത്. E2 ഇൻറ്റു എന്തുണ്ടായിരുന്നു? 4πa² ഉണ്ടായിരുന്നു. അപ്പൊ ഈ 4π അപ്പൊ എന്ത് കിട്ടി? 4π. ഈ a² വെട്ടിക്കൂടെ? അങ്ങനെ അത് വെട്ടി ബാക്കിയുള്ള കോൺസ്റ്റന്റുകളൊക്കെ പുറത്തെടുക്കുകയാണ്. എന്ത് കിട്ടി? 2πp ഡിവൈഡ് ബൈ 4πε. ഈ നെഗറ്റീവ് ചാർജ് പറഞ്ഞ 0 to π വരെയാണ് പോസിറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് ഒരു ഭാഗം മാത്രം എടുക്കും. ആരുടെ മൈക്ക? അതൊന്ന് ഓഫ് ചെയ്യൂ. ഹലോ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2πp. അതായത് E2 ഈക്വൽ ടു ആണ്. E2 ഈക്വൽ ടു കോൺസ്റ്റന്റ് ഒക്കെ പുറത്തെടുത്തോ ബൈ 4πε0 ക്ലോസ്ഡ് ഇന്റർവൽ 0 to π കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. അപ്പൊ ഇത് ഈ ഇന്റഗ്രൽ സോൾവ് ചെയ്യാൻ അറിയാലോ. എങ്ങനെയാണ്? ഫുള്ള് മാത്തമാറ്റിക്സ് ആണ്. എങ്ങനെ സോൾവ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? അതായത് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ യു ഈക്വൽ ടു കോസ് തീറ്റ കൊടുക്കുക. കോസ് തീറ്റ എന്നാൽ 2 ആണല്ലോ. ഡി യു എന്താ? ഹലോ, ആ മൈക്ക് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യു ഈക്വൽ ടു കോസ് തീറ്റ ആണെങ്കിൽ ഡി യു എന്ത് കിട്ടും? മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടി ഡി യു. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതേപോലെ നമുക്ക് ലിമിറ്റും മാറ്റണ്ടേ? ലിമിറ്റും മാറ്റണം. ഇത് തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ യു എന്താവും? കോസ് 0 എന്താവും? 1 ആവും. തീറ്റ പൈ ആവും എന്താവും? യു -1 ആവും. അപ്പൊ നമ്മുടെ ലിമിറ്റ് 0 to π എന്നുള്ള എന്തായി മാറി?
-1 to 1 to -1 ആയി മാറി അല്ലേ? അപ്പൊ നമ്മുടെ ലിമിറ്റ് മാറി. ലിമിറ്റ് മാറുമ്പോ ഈ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എഴുതിയെടുക്കാൻ പറ്റുണ്ടോ ഒപ്പം? കുഴപ്പമില്ല. നോട്ട്സ് ഷെയർ ചെയ്താലും മതി. നോട്ട്സ് ഷെയർ ചെയ്യാം. അപ്പൊ E2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു പുറത്ത് 2πp ഡിവൈഡഡ് ബൈ 4πε0 ഇന്റഗ്രൽ 1 to -1 എന്താണ് -u² du എന്നുള്ളതായി. അപ്പോ എന്ത് കിട്ടി? ഈ മൈനസ് വന്നത് മനസ്സിലായില്ലേ? നമുക്ക് ഡിയുന് -sin θ d θ എന്നായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ആ മൈനസ്. അപ്പോ ആ മൈനസ് നമുക്ക് എന്ത് ചെയ്യാ? കളയാ. മൈനസ് എങ്ങനെ കളയാ? ലിമിറ്റ് ലിമിറ്റ് നേരെ തിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2πp ഡിവൈഡഡ് ബൈ 4πε0 -1 to 1 ആയി. കണ്ടോ? -1 to 1 u² du എന്നുള്ളതായി. അപ്പൊ നമ്മുടെ E2 ഇങ്ങനെ കിട്ടി. അപ്പൊ u²ന്റെ ഇന്റഗ്രൽ എന്താ? u³ 3. അങ്ങനെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. -1 to 1 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ 1/3 -1/3 അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 2/3 എന്ന് കിട്ടി. എന്ത് കിട്ടി? 2πp ബൈ 4πε0 ഇൻറ്റു 2/3 എന്ന് കിട്ടി. അങ്ങനെ ഇത് 2/3 ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? E2 കിട്ടി. E2 ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അപ്പൊ ഈ പയ്യും വെട്ടി. അതേപോലെ ഇനി എന്ത് വെട്ടാം? അപ്പൊ ആ 4 ഈ 4 വെട്ടി. ബാക്കി എന്തേ ഉള്ളൂ? E2 ഈക്വൽ ടു p ഡിവൈഡഡ് ബൈ 3ε0. നമുക്ക് E1 എന്താ കിട്ടിയിരുന്നേ? ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ മൈനസ് ഉണ്ടോ? ഇല്ല. എന്താ കിട്ടിയേ? E2 ഈക്വൽ ടു p ഡിവൈഡഡ് ബൈ 3ε0. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? E ലോക്കൽ ഈക്വൽ ടു Emac പ്ലസ് p ഡിവൈഡഡ് ബൈ 3ε0 എന്ന് കിട്ടി അല്ലേ? ഇതാണ് നമ്മുടെ ഈ ലോക്കലിന്റെ ഇക്വേഷൻ. ഇത് ഓർത്തു വെക്കണം. പി ലോക്കൽ ഈക്വൽ ടു, അപ്പൊ ഈ മാക്കിന്റെ അതേപോലെ നമുക്ക് പോളറൈസേഷന്റെയും വാല്യൂ തരികയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്കൽ കണ്ടുപിടിക്കാം അല്ലെ? ഇതൊരു പോയിന്റ്, ചിലപ്പോ ഈ ലോക്കൽ എന്ന് പറയുണ്ടാവില്ല. എന്തേ പറയുള്ളൂ? ജസ്റ്റ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യണ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനേ പറയുള്ളൂ. അപ്പൊ അത് നമ്മൾ ഈ ലോക്കൽ ആണെന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യണ ഇലക്ട്രിക് ഫീൽഡ് ഏതാ, എത്രയാണെന്നേ ചോദിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓർമ്മ വരണമെങ്കിൽ എന്താണ്? അത് ഈ ലോക്കൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഈക്വൽ ടു എന്താണ്? Emac പ്ലസ് p ഡിവൈഡഡ് ബൈ 3ε0. അപ്പൊ നമ്മുടെ നേരത്തെ ആ ഈ മാക്കിൽ വരുന്ന റിലേഷൻ ഏതായിരുന്നു? ക്ലോഷ്യർ റിലേഷൻ ആയിരുന്നു അല്ലെ? എന്തായിരുന്നു? ക്ലോഷ്യർ റിലേഷൻ ആണ്. ഇവിടെ നമുക്ക് വരുന്നത് ക്ലോസിയസ്-മൊസോട്ടി ഇക്വേഷൻ ആണ്. എന്താണ്? ക്ലോസിയസ്-മൊസോട്ടി ഇക്വേഷൻ. ഈ ക്ലോസിയസ്-മൊസോട്ടി ഇക്വേഷനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിയസ്-മൊസോട്ടി ഇക്വേഷൻ ഇവിടെ നമ്മൾ പോളറൈസേഷൻ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് വെച്ച്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒരു ആവശ്യമില്ല. എന്താണ്? ജസ്റ്റ് പോളറൈസേഷൻ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ε0 കൈ ഇൻറ്റു ഇ എന്നുള്ളതാണ്. ഈ കൈക്ക് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒരു വാല്യൂ കിട്ടിയിരുന്നു. എന്താണ്? εr-1 കിട്ടിയില്ലേ നേരത്തെ? ഓർമ്മല്ലേ? കൈ ഈക്വൽ ടു εr-1 കിട്ടിയില്ലേ നമുക്ക്? അപ്പൊ ആ കൈയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് ഇട്ടുകൊടുത്തത്. അപ്പൊ p ഈക്വൽ ടു എന്തായി മാറി? ε0 ഇൻറ്റു കൈ εr-1 ഇൻറ്റു ഇ എന്നായി. അപ്പൊ ഇവിടെ ഈ ലോക്കൽ എന്ന് പറയുന്നത് എന്ത്? നമുക്കറിയാം ഈ ലോക്കലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Emac പ്ലസ് p ഡിവൈഡഡ് ബൈ 3ε0 എന്നായിരുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഈ ലോക്കൽ ഈക്വൽ ടു Emac പ്ലസ് ε0 ഇൻറ്റു εr-1 ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ 3ε0. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? പിയുടെ വാല്യൂ ഇതിൽ ഇട്ട് കൊടുത്തു. നമുക്ക് ഇതിന്റെ ഒന്നും ഡെറിവേഷൻ അല്ല ആവശ്യം, ഇക്വേഷൻസ് ആണ് ആവശ്യം. അപ്പൊ ഇക്വേഷൻസ് നല്ലോണം ഓർത്തു വെക്കണം. ഈ p ഈക്വൽ ടു ε0 കൈ ഇൻറ്റു ആർ, അതേപോലെ Emac ഈക്വൽ ടു എന്തായിരുന്നു? E0 പ്ലസ് E1. ഇത് E1 നമുക്ക് എന്ത് കിട്ടി? -p ബൈ 3ε0. അത് ഓർത്തു വെക്കാൻ എളുപ്പമാണ് അല്ലെ? E2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്,
E1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് കിട്ടിയത്. അപ്പൊ അതൊക്കെ ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ആലോചിച്ച് വെക്കണം. അപ്പൊ ഈ ലോക്കൽ ഈക്വൽ ടു ഇ മാക് പ്ലസ് പി ഡിവൈഡ് ബൈ 3 എപ്സിലൺ 0 നമ്മൾ എന്തെടുത്തു, പി ഇട്ട് കൊടുത്തു. പി എന്തായിരുന്നു, എപ്സിലൺ 0 ഇൻറ്റു എപ്സിലൺ ആർ -1 ഇൻറ്റു ഇ, അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇമാക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുതണ്ട വെച്ചിട്ടാണ് വെറുതെ ഇ കൊടുത്തത് കേട്ടോ. അതൊക്കെ ഇമാക്ക് ആണ്, ഒന്ന് ശ്രദ്ധിക്കണേ. നോട്ട് ഞാൻ അത് ശരിയാക്കിയിട്ട് അയച്ചുതരാം. അപ്പോ ഈ ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, ഈ E0നെ ഇവിടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എവിടേക്ക്, ഈ മാക്കിലേക്ക്. അപ്പൊ 3 ഇൻറ്റു എപ്സിലൺ 0 ഇ മാക് പ്ലസ് എപ്സിലൺ 0 ഇത് എന്ത് ചെയ്തു, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എപ്സിലൺ 0 എപ്സിലൺ ആർ ഇ മൈനസ് എപ്സിലൺ 0 ഇ ഹോൾ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0 എന്ന് കിട്ടി. എന്ത് കിട്ടി, ഹോൾ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0. അപ്പൊ അതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇതില് 3 എപ്സിലൺ 0 ഇ മൈനസ് എപ്സിലൺ 0 ഇ ചെയ്തൂടെ, 3 മൈനസ് 1 ഉള്ള പോലെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 എപ്സിലൺ 0 ഇ പ്ലസ് എപ്സിലൺ 0 എപ്സിലൺ ആർ ഇ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0 എന്ന് കിട്ടി. എന്ത് കിട്ടി, ഇ ലോക്കൽ ഈക്വൽ ടു, അതായത് 3 എപ്സിലൺ 0 ഇ മൈനസ് എപ്സിലൺ 0 ഇ എന്ത് കിട്ടി, 2 എപ്സിലൺ 0 ഇ പ്ലസ് എപ്സിലൺ 0 എപ്സിലൺ ആർ ഇ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0. അപ്പൊ അതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവിടെ ഇതേപോലെ കോമൺ ആയിട്ട് ഏതൊക്കെ ഉണ്ട്, ഈ മോളത്തെ ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് ഏതൊക്കെ ഉണ്ട്, ഏതൊക്കെ ഉണ്ട്, എപ്സിലോൺ 0 ഇ. എപ്സിലൺ 0വും ഇയും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പുറത്തെടുക്കാം. എപ്സിലൺ 0 ഇ ഇൻറ്റു എപ്സിലൺ ആർ പ്ലസ് 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു എപ്സിലൺ 0 എന്ന് കിട്ടി. അപ്പൊ ഈ എപ്സിലൺ 0 പോയി. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇ ലോക്കൽ ഈക്വൽ ടു എപ്സിലൺ ആർ പ്ലസ് 2 ഇ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടിയത്. ഇനി പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്നുള്ളതാണല്ലോ. ഡൈപോൾ മൊമെന്റ് എത്ര ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പോളറൈസേഷൻ പിക്ക് വേറൊരു ഇക്വേഷൻ ഉള്ളതാണ്, പി ഈക്വൽ ടു എൻ ഇൻറ്റു പി. എൻ ഇൻറ്റു ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇ ആണ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം, എൻ ഇൻറ്റു ആൽഫ ഇൻറ്റു ഇ ലോക്കൽ. ആൽഫ എന്താണ്, പോളറൈസബിലിറ്റി. അപ്പൊ പി ഈക്വൽ ടു എൻ ആൽഫ ഇ ലോക്കൽ എന്ന് കിട്ടി. ഇതിന് ഇ ലോക്കൽ ഈക്വൽ ടു എന്ത് കിട്ടും, പി ഡിവൈഡഡ് ബൈ എൻ ആൽഫ എന്ന് കിട്ടും. പി ഡിവൈഡഡ് ബൈ എൻ ആൽഫ. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യാ, ഇവിടെയും ഇ ലോക്കൽ ആണ്, അതേപോലെ ഇതിലും ഇ ലോക്കൽ ആണ്. രണ്ടിന്റെയും എന്ത് ഈക്വലാ, ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ് അല്ലേ രണ്ടിന്റെയും. അപ്പൊ നമുക്ക് അതിന് കമ്പയർ ചെയ്തൂടെ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ക്ലൗസിയസ്-മൊസോട്ടി ഇക്വേഷൻ കിട്ടുക. നമുക്ക് ക്ലൗസിയസ്-മൊസോട്ടി ഇക്വേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു, ആ രണ്ട് ഇ ലോക്കലിന്റെ ഇക്വേഷൻസ് കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോ എപ്സിലൺ ആർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ എൻ ആൽഫ എന്ന് കിട്ടി. പി ഡിവൈഡഡ് ബൈ എൻ ആൽഫ ഇത് ഈക്വൽ ടു എന്താണ്, ഈ പി എന്ന് പറഞ്ഞാൽ എന്താ, ഈ പി നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പി എന്ത് കിട്ടും, പി എന്താ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ പറഞ്ഞ, പി ഈക്വൽ ടു എപ്സിലൺ 0 ഇൻറ്റു എപ്സിലൺ ആർ പ്ലസ് ഇ ഡിവൈഡഡ് ബൈ എൻ ആൽഫ. ഈ പിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പിയുടെ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിയത്, ഈ രണ്ട് ഇക്വേഷൻസ്. അപ്പൊ നമുക്ക് കിട്ടണത് അപ്പൊ നമുക്ക് എന്താ കിട്ടുക, സ്റ്റെപ്പ് കാണിച്ചു തരണോ, അതായത് നേരത്തെ ഇക്വേഷനിൽ എന്തായിരുന്നു, എപ്സിലൺ ആർ പ്ലസ് 2 ഇ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എപ്സിലൺ 0 എപ്സിലൺ ആർ മൈനസ് 1 ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എൻ ആൽഫ എന്നായിരുന്നു. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇയും കളയാം. കളഞ്ഞൂടെ, ആ ഇക്വേഷൻ ഒന്നുകൂടി കാണിച്ചു തരാം.
ഇതാ ഇത് ഇയും ഇയും കളഞ്ഞൂടെ, ഇയും ഇയും കളയാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? ആ രണ്ട് ഇയും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്സിലൺ ആർ മൈനസ് 1 എപ്സിലൺ ആർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഈ എപ്സിലൺ ആർ പ്ലസ് 2നെ നമുക്ക് താഴ്ത്തി കൊണ്ടുപോകാം. അപ്പൊ എപ്സിലൺ ആർ പ്ലസ് 2 ഈക്വൽ ടു എന്ത് കിട്ടും? ഈക്വൽ ടു എന്ത് കിട്ടും? എൻ ആൽഫ അല്ലേ? എൻ ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0 എന്ന് കിട്ടും അല്ലേ? എന്താ കിട്ടുക? എൻ ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ. അതായത് എപ്സിലൺ ആറിന്റെ എല്ലാ ക്വാണ്ടിറ്റീസും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, ബാക്കിയുള്ളതിനേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എപ്സിലൺ ആർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എപ്സിലൺ ആർ പ്ലസ് 2 ഈക്വൽ ടു എൻ ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0 ഈക്വൽ ടു 3 എപ്സിലൺ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0 എന്ന് കിട്ടി. അതാണ് ഇതാ ഈ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് എന്ത്? ക്ലൗസിയസ്-മൊസോട്ടി ഇക്വേഷൻ. എന്താണ്? ഇതാണ് ക്ലൗസിയസ്-മൊസോട്ടി ഇക്വേഷൻ. അപ്പൊ ഇതേപോലെ ഇപ്പൊ അഥവാ നമുക്ക് ഈ പെർമിറ്റിവിറ്റിയുടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആ വാല്യൂ എല്ലാം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പകരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഈ എപ്സിലൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്താം? ഈ എപ്സിലൺ ആറിന്റെ അവിടേക്ക് എന്തിടാം? എൻ സ്ക്വയർ ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ എന്ത് കിട്ടും? എൻ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു എൻ ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലൺ 0 എന്ന് കിട്ടും. ഈ റിലേഷൻ എന്ന് പറയുന്നത് എല്ലാറ്റിനും എന്താണ്? വാലിഡ് ആണ്. നേരത്തെ ഗ്യാസിന് മാത്രമേ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താണ്? അപ്പൊ ഒരു റിലേഷൻ, ഇത് ഏത് റിലേഷൻ ആണ് സോഡിലും ലിക്വിഡിനും ഗ്യാസിനും ഒക്കെ വാലിഡ് എന്ന് വെച്ചാൽ ഏതാണ്? ക്ലൗസിയസ്-മൊസോട്ടി ഇക്വേഷൻ. ഗ്യാസിന് മാത്രം വാലിഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? ഏതാണ്? ക്ലൗസിയർ. അപ്പൊ ഇതിനെ പറയണ പേരാണ് ഇത്. ഈ നമ്മൾ എന്ത് പറഞ്ഞു? എപ്സിലൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി എൻ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എൻ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു എൻ ആൽഫ ഡിവൈഡഡ് ബൈ 3. ഇതാണ് ലോറൻസ് റിലേഷൻ. എന്താണ്? ലോറൻസ്. ഇതിൽ ടി ഉണ്ട് കേട്ടോ. ഫസ്റ്റത്തെ അതില് ടി ഉണ്ട്, രണ്ടാമത്തേല് ടി ഇല്ല. ചിലപ്പോ ഓപ്ഷൻസ് വരുമ്പോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആക്കി തരാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ലോറൻസ് എന്തുണ്ട്? ആദ്യത്തേല് ടി ഉണ്ട്, രണ്ടാമത്തേല് ടി ഇല്ല. അങ്ങനെയുള്ള ഈ റിലേഷന്റെ പേരാണ് ലോറൻസ് റിലേഷൻ. ഓക്കെ അല്ലേ? ഇതില് ആൽഫ എന്ന് പറഞ്ഞ പോളറൈസബിലിറ്റി ആണ് എന്നറിയാം. പോളറൈസബിലിറ്റി ആണ്. അപ്പൊ ഇതില് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പോളറൈസബിലിറ്റി ആണ്? ഈ ആൽഫ എന്ന് പറയുന്നത് എല്ലാത്തിനും സമ്മാണ്. ഇത് ആൽഫ ഇ പ്ലസ് ആൽഫ ഐ പ്ലസ് ആൽഫ ഡി, അതായത് ഇതിന്റെയൊക്കെ പോളറൈസബിലിറ്റിയുടെ സമ്മാണ്. ഈ ആൽഫ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പോളറൈസബിലിറ്റി ആണ്. എന്താണ്? ആൽഫ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പോളറൈസബിലിറ്റി ആണ്. ആൽഫ ഐ എന്ന് പറഞ്ഞാൽ അയോണിക് പോളറൈസബിലിറ്റി ആണ്. ആൽഫ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോളാർ പോളറൈസബിലിറ്റി ആണ്. അപ്പൊ ഇത് മൂന്നിന്റെയും സമ്മാണ് നമ്മുടെ ഈ ഇക്വേഷൻസത്തെ ആൽഫ എന്ന് പറഞ്ഞ. ഓക്കെ. അല്ലാതെ ചിലപ്പോ ജസ്റ്റ് ആൽഫ ടോട്ടൽ ആൽഫയാവും തരുന്നുണ്ടാവുക. അല്ല ആൽഫ ഡി തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഈ ഇക്വേഷന്റെ ഇത് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിന് 3 സം ചെയ്തിട്ട് ആൽഫ കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇനി അടുത്താണ് എന്ത്? ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. അപ്പൊ ഇതുവരെ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന് ഓടിച്ചു പറയാ. ആദ്യം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്താന്ന് പറഞ്ഞ എന്താണ്? പോളറൈസേഷന്റെ മെഷർ ആണ് അല്ലെ? ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എത്രത്തോളം ആ മെറ്റീരിയൽ പോളറൈസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷർ ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവും, ഒരു മെറ്റീരിയലിന്റെ നെഗറ്റീവും പോസിറ്റീവും ചാർജസ് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. എപ്പോ? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ചാർജസ് അലൈൻ ചെയ്യും, പോസിറ്റീവും നെഗറ്റീവും ചാർജസ്. അതാണ് പോളറൈസേഷൻ, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. അതാണ് എന്ന് പറഞ്ഞു. ഇനി പിന്നെ പറഞ്ഞ എന്താ?
ഇലക്ട്രിക് ഫീൽഡ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മാക്രോസ്കോപ്പിക്കും ഒന്ന് ലോക്കലും. അതിൽ മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ E0 പ്ലസ് E1 ആണ്. E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. E1 എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ചാർജ് ആവാം, അല്ലെങ്കിൽ ഡ്യൂ ടു പോളറൈസേഷൻ ആവാം. പിന്നെന്താ പറഞ്ഞേ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, E0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അപ്പൊ എന്ത് ചെയ്യാം, വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. പക്ഷെ മറ്റേത് E1 എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഒരു സ്ലാബ് വെച്ച് കൺസിഡർ ചെയ്ത് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, P/3ε0 മൈനസ് P/3ε0 എന്ന് കിട്ടി. അല്ല, അതിൽ 3 ഇല്ല കേട്ടോ. ε0 മൈനസ് E0 മൈനസ് P/ε0 എന്നേ ഉള്ളൂ, 3 ഇല്ല. അപ്പൊ അത് മാറരുതേ, ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞാണേ. അപ്പൊ 3 ഇല്ല. ഇനി ക്ലോഷ്യർ റിലേഷൻ ഡിസ്പ്ലേസ്മെന്റ് വെച്ച് തുടങ്ങി നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, കൈ ഈക്വൽ ടു εr-1 ഈക്വൽ ടു P/ε0E. ഇതാണ് നമ്മുടെ ക്ലോഷ്യർ റിലേഷൻ. ഇത് ഗ്യാസിന് മാത്രമാണ് വാലിഡ് ഉള്ളൂ, സോഡിലും ലിക്വിഡിനും ഒന്നും എന്തല്ല, വാലിഡ് അല്ല. പിന്നെ പറയണതാണ് എന്ത്, ഈ ലോക്കൽ എന്താണ്, ഒരു സർട്ടേൺ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യണ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത്, ഈ ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ലോക്കൽ എന്ന് പറയുന്നത് E0 പ്ലസ് E1 പ്ലസ് E2 പ്ലസ് E3 ആണ്. അതെന്താണ്, ഇമാക്. അപ്പൊ E0 പ്ലസ് E1 എന്താണ്, ഇമാക് ആണ്. ഈ ലോക്കൽ ഈക്വൽ ടു ഇമാക് പ്ലസ് E2 പ്ലസ് E3. അതിൽ E3 ക്യാവിറ്റി ഉള്ളിലായോണ്ട് E3 0 ആയി. ബാക്കി E2 മാത്രം കാണണം. E2 നമ്മൾ ക്യാവിറ്റി വെച്ച് കൺസിഡർ ചെയ്ത് കണ്ടു, ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്തിട്ട്. അങ്ങനെ എന്ത് കിട്ടി, P/3ε0 എന്ന് കിട്ടി. അങ്ങനെ ക്ലൗസിയസ്-മൊസോട്ടി ഇക്വേഷൻ നമ്മൾ ഇതേപോലെ പോളറൈസേഷൻ വെച്ച് തുടങ്ങി. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി, ക്ലൗസിയസ്-മൊസോട്ടി ഇക്വേഷൻ എന്താന്ന് കിട്ടി, εr-1 ഡിവൈഡഡ് ബൈ εr+2 ഈക്വൽ ടു N∝/3ε0 എന്ന് കിട്ടി. ഇത് ലിക്വിഡിനും ഗ്യാസിനും സോളിഡിനും ഒക്കെ എന്താണ്, വാലിഡ് ആയിട്ടുള്ളൊരു റിലേഷൻ ആണ്. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയറിനോട് അതെന്താണ്, εr എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ റിലേഷൻ ആണ് ലോറൻസ് റിലേഷൻ. ഇതിലുള്ള പോളറൈസബിലിറ്റി ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഇ പ്ലസ് ആൽഫ ഐ പ്ലസ് ആൽഫ ഡി ആണ്. ഇത് ഇലക്ട്രിക് പോളറൈസബിലിറ്റി പ്ലസ് അയണിക് പോളറൈസബിലിറ്റി പ്ലസ് ഡൈപോളാർ പോളറൈസബിലിറ്റി. ഇനി അടുത്ത ടോപ്പിക് ആണ് നമ്മുടെ എന്ത്, ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. എപ്പോ, ആബ്സെൻസിൽ തന്നെ. അതായത് സാധാരണ പോളറൈസേഷൻ എപ്പോഴാണ് ഉണ്ടാവുക, നമ്മളൊരു മെറ്റീരിയലിന് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണ സമയത്താണ് അവിടെ എന്തുണ്ടാവുക, പോളറൈസേഷൻ ഉണ്ടാവുക. പക്ഷെ ഇവിടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. എപ്പോഴാണ് ഉണ്ടാവുക, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് എപ്പോഴും ഉണ്ടാവും. അതായത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഒരു മിനിറ്റ്, ഒന്ന് വായിച്ചു നോക്കൂ. ഹലോ, കേൾക്കണുണ്ടല്ലോ അല്ലെ? കേൾക്കാം. അപ്പൊ പോളറൈസബിലിറ്റി, ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് വിച്ച് ക്രിയേറ്റ് സ്പോണ്ടേനിയസ് ഡൈപോൾ മൊമെന്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അത് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കൂടി അവിടെ എന്തുണ്ടാവും, ഒരു ഡൈപോൾ മൊമെന്റ്, അതായത് ഓൾറെഡി പോളറൈസേഷൻ നടന്നിട്ടാവും അത് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. ഇനി അതായത് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യില്ല, അപ്പോ ഓൾറെഡി പോളറൈസ്ഡ് ആയിട്ടാണല്ലോ ഇരിക്കണം. അപ്പൊ എന്താണ്, അവിടെ കോയിൻസൈഡ് ചെയ്യില്ല. അവിടെ പോസിറ്റീവും നെഗറ്റീവ് ചാർജസ് കോയിൻസൈഡ് ചെയ്യില്ല. എന്നുണ്ടാവും, എപ്പോഴും അവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു സെപ്പറേഷൻ ഉണ്ടാവും അല്ലെ. അതാണ് നമ്മൾ എന്ത് പറയാ, ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. അപ്പൊ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ കൂടി അവിടെ എന്തുണ്ടാവും, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഇത് ഓൾറെഡി അവിടെ എന്തുണ്ടാവും,
പോളറൈസേഷൻ ഉണ്ടാവും. അതാണ് എന്ത് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. അതേപോലെ എന്താണ് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഒരിക്കലും കോയിൻസൈഡ് ചെയ്യില്ല. അവ തമ്മിൽ എന്തുണ്ടാവും, ഒരു നിശ്ചിത സെപ്പറേഷൻ എപ്പോഴും ഉണ്ടാവും. അതാണ് നമ്മുടെ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. ഇനി നമ്മൾ അഥവാ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ എന്താ ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, പോളറൈസേഷൻ ഉണ്ടാവും. ഇത് കുറച്ചുകൂടി പോളറൈസേഷൻ കൂടുന്നേ ഉള്ളൂ, അല്ലാണ്ട് അതിന് വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. പോളറൈസേഷൻ എന്ന് പറയുന്നത് എന്തുണ്ടാവും, ഈ പോളറൈസേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത പോളറൈസേഷൻ ഉണ്ടാവും. അതായത് പോളറൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലാവും. അതായത് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അതിന്റെ അതേ ഡയറക്ഷനിലാവും എന്തുണ്ടാവുക, പോളറൈസേഷൻ ഉണ്ടാവുക. അപ്പോ ഇനി അഥവാ നമ്മൾ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് റിവേഴ്സ് ചെയ്തു, അപ്പൊ അവിടെ പോളറൈസേഷൻ എന്താവും, റിവേഴ്സ് ആവും. അതായത് പോളറൈസേഷൻ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അതേ ഡയറക്ഷനിലാവും എന്ത് നടക്കുക, പോളറൈസേഷൻ നടക്കുക. അപ്പോ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ്, ദെൻ പോളറൈസേഷൻ ആൾസോ എന്താവും, റിവേഴ്സ് ആവും. ഇനി അതേപോലെ ഈ ഫെറോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ടെമ്പറേച്ചറിനെ നല്ലോണം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ഫെറോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇത് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യും, ടെമ്പറേച്ചറിനെ അത്യാവശ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ കുറയും. ഓക്കെ, ഒരു സർട്ടൈൻ ടെമ്പറേച്ചർ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ ഈ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി പെട്ടെന്ന് എന്താവും, ഡിസപ്പിയർ ആവും. പെട്ടെന്ന് എന്ത് ചെയ്യും, അതിന്റെ ഫെറോ ഇലക്ട്രിക് പ്രോപ്പർട്ടി, അതായത് ഓൾറെഡി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, സ്പോണ്ടേനിയസ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യും, പെട്ടെന്ന് ഡിസപ്പിയർ ആവും. അങ്ങനെയുള്ള ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ? അതിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക, TC എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ അറ്റ് എ സർട്ടൈൻ ടെമ്പറേച്ചർ ദ പ്രോപ്പർട്ടി ഓഫ് at a certain temperature property of ferroelectric material disappear. That temperature is called transition temperature. അതായത് കൃത്യമായിട്ട് ഒരു ടെമ്പറേച്ചറിൽ എന്തുണ്ടാവും, അവിടെ സർട്ടൈൻ ടെമ്പറേച്ചറിൽ ഫെറോ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, ഡിസപ്പിയർ ആയിട്ട് പോവും. അതായത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അവിടെ എന്തുണ്ടാവും, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ പോളറൈസേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഒരു പ്രോപ്പർട്ടി എന്താവും, ഡിസപ്പിയർ ആയിട്ട് മാറും. അതാണ് നമ്മുടെ എന്ത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഇപ്പോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ആ മെറ്റീരിയൽ എന്തായി മാറും, പാരാ ഇലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് മാറും. എന്താണ്, പാരാ ഇലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് മാറി. അതായത് ഈ ഒരു ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ നമ്മൾ ടെമ്പറേച്ചർ പിന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്തായി മാറി, പാരാ ഇലക്ട്രിക് മെറ്റീരിയൽ. പാരാ ഇലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് മാറി. അങ്ങനെയാണ് ഈ TC എന്ന് പറയുന്ന ടെമ്പറേച്ചർ TCയേക്കാൾ ബിലോ ആണെങ്കിൽ അത് ഏതാണ്, ഫെറോ ആണ്. ടെമ്പറേച്ചർ TCയേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഏതാണ്, പാരയാണ്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളതൊക്കെ മനസ്സിലായില്ലോ, പാര. അപ്പോ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ തന്നെ എന്ത് ചെയ്യും, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് കാണിക്കും. അതേപോലെ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് എന്ത് ചെയ്യില്ല, കോയിൻസൈഡ് ചെയ്യില്ല, ഒരു സെപ്പറേഷൻ എപ്പോഴും ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത പോളറൈസേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവും, പോളറൈസേഷൻ ഉണ്ടാവും. ഇനി അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാവും എന്തുണ്ടാവുക, പോളറൈസേഷൻ ഉണ്ടാവുക. പോളറൈസേഷൻ റിവേഴ്സ് ചെയ്താൽ എന്തും റിവേഴ്സ്ഡ് ആവും, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ്ഡ് ആവും. എപ്പോ അല്ലെ, പോളറൈസേഷൻ റിവേഴ്സ്ഡ് ആവും ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്യണ സമയത്ത്. അതേപോലെ ഫെറോ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ഇതൊരു
ഹിസ്റ്ററിസിസ് ലൂപ്പും കാണിക്കും കേട്ടോ. എന്തിനെ കാണിക്കും? ഹിസ്റ്ററിസിസ് ലൂപ്പ്. ഹിസ്റ്ററിസിസ് ലൂപ്പ് നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? അഞ്ചര ഹിസ്റ്ററിസിസ് ലൂപ്പ് എങ്ങനെയാ വരയ്ക്കുക? ഇങ്ങനെ പോയി ഇങ്ങനെ അല്ലേ? ഇതാണ് നമ്മുടെ ഹിസ്റ്ററിസിസ് ലൂപ്പ്. ഇവിടെ പോളറൈസേഷനും ഇവിടെ അവിടെ പോളറൈസേഷനും ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? ടെമ്പറേച്ചറും. അതാണ് നമ്മുടെ ഹിസ്റ്ററിസിസ് ലൂപ്പ്. അപ്പൊ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഒബേ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്? ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ്. ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യും? ഇതിനെ നമ്മുടെ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഒബേ ചെയ്യണ ഒരു കാര്യമാണ് എന്ത്? ഹിസ്റ്ററിസിസ് ലൂപ്പ്. വേറെ പാരയ്ക്കൊന്നും അങ്ങനെ ഒരു ലൂപ്പ് വരണില്ല. ഓക്കെ, പാരയ്ക്കൊന്നും എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു ലൂപ്പ് കാണാറില്ല. ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്തിനാ കാണാറ്? ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിനാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് കാണാറുള്ളത്. ഈ ഹിസ്റ്ററിസിസ് ലൂപ്പിലെ ഇവിടെ എന്നാ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം. ലൂപ്പ് ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ കുറഞ്ഞ് ആദ്യം മോളിക്ക് പോകും. ഇതാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ്. ഇവിടെ പോളറൈസേഷൻ കേട്ടോ. നമ്മുടെ വൈ ആക്സിസിൽ പോളറൈസേഷനും ഇവിടെ ടെമ്പറേച്ചർ അല്ല, ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹിസ്റ്ററിസിസ് ലൂപ്പ്. അപ്പൊ എന്തായി? ഇങ്ങനെ കൂടി പിന്നെ കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞ് പിന്നെ എന്ത് ചെയ്തു? ആദ്യം കൂടി. ഇതാണ് നമ്മുടെ ഹിസ്റ്ററിസിസ് ലൂപ്പ്. അപ്പൊ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഒബേ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്? ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽ. ഇനി അടുത്തത് പറയാനുള്ളതാണ് ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻസ്. ഇത് നമ്മുടെ ഒരു ടോപ്പിക്കാണ്. ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻസ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞത് ഇതാണ് ഒരു മെറ്റീരിയൽ. ഓക്കെ, ഈ വട്ടം, ആ വട്ടാണ് നമ്മുടെ ഒരു മെറ്റീരിയൽ. ഈ മെറ്റീരിയലില് അതായത് കുറെ ഡൊമെയിൻസ് ഉണ്ടാവും. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വീട്, ആ വീട്ടിൽ എന്താവും? കുറെ അറകൾ ഉണ്ടാവില്ല, കുറെ റൂമുകൾ ഉണ്ടാവും. അങ്ങനെ കുറെ റൂമുകളാണ് ഈ ഇതൊക്കെ. ഈ നമ്മൾ പാർട്ടീഷൻ ചെയ്തൊക്കെ എന്താണ്? കുറെ റൂമുകളാണ്. ഈ റൂമിന്റെ ഉള്ളിലുള്ള ആ എന്താണ് അലൈൻമെന്റ് ഒക്കെ ഒരേ ഡയറക്ഷനിലാവും. ഇപ്പൊ ഈ ഒരു റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ മൂന്നെണ്ണം എന്താണ്? ഒരേ ഡയറക്ഷനിലാണ്. ഇനി അടുത്ത റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമത്തെയും ഒരേ ഡയറക്ഷനിലാണ്. ഇനി അടുത്ത ഇതിൽ ആണെങ്കിലോ അതും എല്ലാം ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെ ഓരോ റൂമിലും എന്താണ് നമ്മുടെ അലൈൻമെന്റ്, ഡൈപോളിന്റെ അലൈൻമെന്റ് എന്താവും? ഒരേ ഡയറക്ഷനിലാവും. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലാണോ? അല്ല. പക്ഷെ ഓരോ അറയിലും അങ്ങനെയുള്ള ഓരോ അറ, അതായത് ഓരോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻ എന്ന് പറയാ. അതായത് ഇറ്റ് റെഫേഴ്സ് ടു റീജിയൻസ് വിത്തിൻ ദ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽ. അതായത് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള കുറച്ച് റീജിയൻസ്. എവിടെ? ഡൈപോൾസ്, ഇലക്ട്രിക് ഡൈപോൾസ് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ക്രിയേറ്റ് നെറ്റ് പോളറൈസേഷൻ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഓരോന്ന് നെറ്റ് പോളറൈസേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻ. അപ്പൊ ഇതിൽ ഏതൊക്കെയാ ഡൊമെയിൻസ്? ഇതൊക്കെ എന്താണ്? ഡൊമെയിൻസ് ആണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഡൊമെയിൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഡൊമെയിൻസ് എന്താ? മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായി. അതായത് ഇലക്ട്രിക് ഡൈപോൾസ് എന്താവും? ഓരോ ഡൊമെയിനിലും എന്ത് ചെയ്യും? പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻസ് പറയാ. ഫെറോ ഇലക്ട്രിക് മെറ്റീരിയലിന്റെ ഉള്ളില് ഓരോ റീജിയന്റെ ഉള്ളില് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഒരേ ഡയറക്ഷനിൽ, അതായത് പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നെറ്റ് പോളറൈസേഷൻ ഉണ്ടാകും. അതാണ് ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻസ്. ഇനി ഞാൻ ഇതില് വിട്ടുപോയി കുറച്ചൊരു ഭാഗം. അതായത് നേരത്തെ പറഞ്ഞുവല്ലോ, ഈ പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ സമ്മാണ് എന്ന് പറഞ്ഞു. അതിൽ ഈ ഇലക്ട്രിക് പോളറൈസബിലിറ്റി, അയണിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് അറിയില്ലല്ലോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാം.
ഇലക്ട്രിക് പോളറൈസബിലിറ്റി അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് ഈ ഇലക്ട്രിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പോളറൈസബിലിറ്റി പറയാം കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോളറൈസബിലിറ്റി എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ക്ലൗഡിന്റെ അതായത് ഒരു സബ്സ്റ്റൻസിലുള്ള ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാരണം ഇങ്ങനെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാന്നുണ്ടാവും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോൺ ക്ലൗഡില് ഈ ഇലക്ട്രോൺ ക്ലൗഡ് എന്താ ചെയ്യണ കുറച്ചൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു പോളറൈസബിലിറ്റിയാണ് ഇലക്ട്രിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ടെമ്പറേച്ചറിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഇൻഡിപെൻഡന്റ് ആയ ഒരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് പോളറൈസബിലിറ്റി. ഇനി അയോണിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് അയേൺസിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇലക്ട്രിക് പോളറൈസബിലിറ്റി എന്തായിരുന്നു? ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അയോണിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് ആയിട്ടുള്ള അയേൺസിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാരണം. ഇനി ഡൈപോളാർ പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഓഫ് ഒരു മോളിക്യൂളിന്റെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പോളറൈസബിലിറ്റിയാണ് ഡൈപോളാർ പോളറൈസബിലിറ്റി. അപ്പൊ എന്തൊക്കെയാണ്? ഇലക്ട്രിക് പോളറൈസബിലിറ്റി ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ്. ഇനി അയണിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ചാർജ്ഡ് അയൺസ്. ഡൈപോളാർ പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് അവിടെ ഉണ്ടാവണോണ്ടാണ് ഉണ്ടാവുന്നത് ഡൈപോളാർ പോളറൈസബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്സ് ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായി. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല മാം. ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓർത്ത് വെക്കണേ, കാരണം ഈ നമ്മൾ പെട്ടെന്ന് അഥവാ എഴുതുന്ന സമയത്ത് ഈ ടിയും ടിയും എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ നല്ലോണം തെറ്റും. കാരണം ഫെറവും പാരയും ഇത് രണ്ട് മെറ്റീരിയൽ ആയിട്ട് മാറിയില്ലേ. അപ്പൊ ഈ TC എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയലും ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? പാരാ ഇലക്ട്രിക് മെറ്റീരിയൽ ആയി മാറി. ഇത് കമ്പാരിറ്റീവ്ലി എല്ലാ പ്രോപ്പർട്ടീസും അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് പറയാം. അതിലൊരു തിയറി ഒക്കെ പറയുന്നുണ്ട്, പിന്നെ ഈ പോളറൈസേഷന്റെ ഈ ഡൊമെയിൻസ് പറഞ്ഞിട്ട് ക്ലാസ് ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻസിന്റെ കൂടെ പറയുന്ന ഒരു ഇതാണ് പോളറൈസേഷൻ ക്യാരക്ടറിസ്ട്രോഫി. അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അത് കുറച്ച് ചെറിയൊരു ഡെറിവേഷൻ ഒക്കെ വരുന്നുണ്ട് അതില്. അപ്പൊ അത് ഞാൻ ഈ നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നോട്ട്സ് പ്രശ്നമുണ്ടോ? മനസ്സിലാവുണ്ടോ? നോട്ട്സിൽ ഉള്ള ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇതിൽ ഞാൻ ഒരു ഇമാക്ക് എഴുതാൻ വിട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ടോ? ഈ ലോക്കൽ ഈക്വൽ ടു ഇമാക്ക് പ്ലസ് എന്നുള്ളതാണ്. ഞാൻ ശരിയാക്കിയിട്ട് തന്നെ അയച്ചുതരാം. വേറെ ഡൗട്ട് ഒന്നും ഇല്ല? ടെലഗ്രാം ഗ്രൂപ്പ് കേട്ടോ നോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? താങ്ക് യു മാം.